Hello friends, welcome to the channel. അപ്പോൾ നമ്മുടെ കോഡാക്കിന്റെ മോജോ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ ഡെലിവർ ആയിട്ടുണ്ട്. ഇതാ സാധനം നമ്മുടെ പാക്കേജിങ് സംഭവങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീസെന്റ് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഇത് അപ്ലൈ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മോജോ ക്രെഡിറ്റ് കാർഡ് റൂപേ വേരിയന്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അപ്രൂവ് ആയത് വിത്തൗട്ട് എനിക്ക് ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സംഭവം എൻ്റെ അഡീഷണൽ കാർഡാണ്. എനിക്ക് ഓൾറെഡി കോഡാക്കിൻ്റെ എന്താ പറയുക ഇന്ത്യൻ കാർഡ് ഉണ്ട് ഓൾറെഡി, അതും റൂപേ വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കൊടാക് കാർഡാണ്, അതുപോലെ രണ്ട് റൂപേ കാർഡാണ്. ശരിക്കും എനിക്ക് ഒരു വിസ കാർഡ് കോട്ടക്കിൻ്റെ എന്നപ്പോൾ വരിക കോട്ടക്കിൻ്റെ ഒരു വിസ കാർഡ് കിട്ടിയാലും എനിക്ക് മതിയായിരുന്നു. എന്താ വെച്ചാൽ റൂപേ കുറേ എണ്ണമായി വരുന്നു. ഇപ്പോൾ റൂപേ എല്ലാവർക്കും റൂപേ കണ്ടോ അപ്പോൾ മോജോൻ്റെ പാക്കേജിങ് കണ്ടത് ഇപ്പോൾ വ്യത്യാസം കാണുന്നുണ്ട്. കൂടെ മോജോൻ്റെ ബ്രാൻഡിങ്ങും സംഭവമൊക്കെ ഉണ്ട്. മോജോ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഷോപ്പിങ്ങും ട്രാവലിങ്ങിനും രണ്ടും കൂടിയിട്ട് ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ്സ് സംഭവമൊക്കെ വരുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 1000 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നുണ്ട് കേട്ടോ. ഞാനിത് ആക്ച്വലി ഇവരെ കോൺടാക്ട് തന്നെ നമുക്ക് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ കോട്ടക്ക് മാത്രമല്ല എല്ലാ ബാങ്കുകളും ഇപ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ കാർഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്കിന് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ 2 കാർഡുകൾ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എലിജിബിലിറ്റി സംഭവം ഉള്ളത് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് അത് അപ്രൂവ് ആയിട്ട് കിട്ടും. അതും വിചാരിച്ചിട്ട് 100% ഞാൻ പറയില്ല. പക്ഷേ അത്യാവശ്യം കുറച്ച് എലിജിബിലിറ്റി ഉള്ളവർക്കൊക്കെ തന്നെ അപ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ അപ്രൂവൽ റേറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു എൻട്രി ലെവൽ കാർഡല്ല, അതിനായിട്ട് മുകളിൽ വരുന്നൊരു കാർഡാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചാർജും സംഭവമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും സംഭവം ക്ലിയർ നോക്കി നോക്കാം. വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ ചാർജില്ല, നമുക്ക് വെൽക്കം ലെറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ കാർഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് ഗെറ്റ് 2.5x റിവാർഡ് പോയിന്റ് ഓൺലൈൻ സ്പെൻസറുകൾ. നമുക്ക് ശരിക്കും ഓൺലൈനാക്കിയിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കാർഡെന്ന് വേണമെങ്കിൽ പറയാം. മോജോ കാർഡ് ഒരു മോജോ പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ എൻ്റെ അഡ്രസ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ പൊട്ടി പിടിച്ചത്. ഈ സൈഡിലോട്ട് നമുക്ക് അതിൻ്റെ കാർഡ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡ് അങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് എടുത്ത് കാണിച്ചു തരാം. എന്തായാലും ഇവരുടെ കാർഡ് മിക്ക എല്ലാ കാർഡുകളുടെയും ഡീറ്റെയിൽസൊക്കെ ബാക്കിൽ, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോജോ കാർഡ്. നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ കാർഡുകളൊക്കെ നല്ല ഡിസൈൻ സൂപ്പറാണ്. കളറിങ്ങും ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അതുപോലെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ലുക്കും സംഭവമൊക്കെ കിടിലൻ ക്വാളിറ്റി സാധനമാണ്. അതുപോലെ തന്നെ ലുക്കും ഒരു രക്ഷയില്ലാത്ത ലുക്ക് ആരാണ് ഉണ്ടാക്കണം ഓ ഡിസൈനിങ്. ചിലവരെ കാർഡ് കണ്ടാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഏതാണ്ട് കാർഡ് കണ്ടിട്ടുണ്ടെന്നല്ലോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ടീമിൻ്റെ അയ്യോ എന്ത് കൂതറ കാർഡ കാണാൻ. അപ്പോൾ ഇത് റൂപേ വേരിയന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, രൂപയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോജോൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പേര് നിങ്ങൾക്ക് കണ്ടായിരിക്കും. NFC സപ്പോർട്ടുള്ളതാണ്, അല്ലാതെ അറിയണ്ടായിരിക്കും. അപ്പോൾ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഞാൻ കാണിച്ചു തരാം. ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് വന്നേക്കുന്നത് 1,50,000 ആണ്. ക്യാഷ് ലിമിറ്റ് വന്നേക്കുന്നത് 30,000 ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യു ഹാവ് ഗോട്ട് അവർ അറ്റൻഷൻ, നിങ്ങൾക്ക് എങ്ങനെ അത് എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മൊബൈൽ ബാങ്കിങ് ത്രൂ ചെയ്യാം, ആപ്പ് ത്രൂ ചെയ്യാം, വാട്സപ്പ് ത്രൂ ചെയ്യാനൊക്കെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് 2,500 ബോണസ് റിവാർഡ് പോയിന്റ് ആണ് എവരി ക്വാർട്ടർ. ലോൺ സ്പെൻഡിങ് 75,000 നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2,500 ബോണസ് റിവാർഡ് പോയിന്റ് ഇടുന്നുണ്ട്. ഗെറ്റ് 2.5x റിവാർഡ് പോയിന്റ് ഓൺ ഓൺലൈൻ സ്പെൻസ് നമുക്ക് ഇടുന്നുണ്ട്. 1 റിവാർഡ് പോയിന്റ് അറ്റ് സ്റ്റോർ ഓൺ എവരി 100 rupees സ്പെൻഡ്, അതായത് ഓഫ്ലൈൻ സ്പെൻസുകൾക്ക്. അതുപോലെ തന്നെ നമുക്ക് 8 ഫ്രീ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസിനാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഈ കാർഡ്. അതുപോലെ തന്നെ ബാക്കി വലിയ സംഭവങ്ങളൊന്നുമില്ല, വേറെ വലിയ ഡീറ്റെയിൽസും സംഭവങ്ങളൊന്നുമില്ല, ഇത്രയും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡാക് കാർഡിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോഡാക്കിൻ്റെ കാർഡ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. അപ്രൂവ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. മറക്കണ്ട, വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്രൂവ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് 21 എബോ ഏജ്, അതുപോലെ തന്നെ 750 or 750 എബോ ആണ് റെക്കമെൻഡ് ആയിട്ടുള്ള എന്താ പറയുക സിബിൽ സ്കോർ വരുന്നത്. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 എബോ ആണ് ഇവർ പറയുന്നത്. പക്ഷേ അതിനും താഴെയുള്ളവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടും. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് കോട്ടക്കിൻ്റെ 81 അക്കൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് കിട്ടും. അപ്പോൾ കോട്ടക്കിൻ്റെ 81 സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അത് കണ്ടതിൽ പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതിൽ കൂടെ ഈസിയായിട്ട് ഇപ്പോൾ തുടങ്ങാം. 1000 രൂപ ഇനീഷ്യൽ ഫണ്ടിങ് മതി. അപ്പോൾ അത് ഇങ്ങനത്തെ ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ട്, അത് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 to 3 months
ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ക്രെഡിറ്റ് കാർഡും ലോൺസൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പബ്ലിക് ബാങ്കിൽ തുടങ്ങുന്നത് നല്ലതായിട്ട് ഇങ്ങനത്തെ പ്രൈവറ്റ് ബാങ്കിൽ തുടങ്ങായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് എൻ്റെ എല്ലാ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റിംഗ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് വീഡിയോ നമ്മൾ റീസെൻ്റ്ലി കുറച്ചെണ്ണമായി ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.